ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു സമയത്ത് രണ്ടും മൂന്നും ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. മഹത്തായ ചിന്താഗതി. ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുന്നേ, ഞാൻ ഒന്ന് കാണട്ടെ. ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. പക്ഷെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ശരി, അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും? അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള മൈത്രേൻ കോന്തനാണോ? അതല്ല. എങ്ങനെ ഒന്ന് തലയൂരും എന്റെ കൃഷ്ണ. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അംബാനി കോന്തന, അതിന് എനിക്ക് സംശയമൊന്നുമില്ല. കാരണം 5000 കോടി 50,000 കോടിയൊന്നും ലോകത്താർക്കും. ജോസൂട്ടി, എനിക്ക് ഇത്രയും സമ്പത്ത് എന്തിനാ എന്ന് ലോകത്ത് ഇതുവരെ ഒരു തിരുവണ്ടനം ചോദിച്ചിട്ടില്ല. ഒരു ഭാര്യ മാത്രമാണെങ്കിൽ അംബാനി കോന്തനാണെന്ന് 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗികബന്ധം മൈത്രേൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? ഞാൻ അത് ഇയാള് പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും. സാറേ, വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാളെ എന്റെ അടുത്താണ്. ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ഞാൻ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല. അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മൂപ്പര് സംസാരിക്കുന്ന എന്തായാലും തലവലിക്ക് സമ്മതിക്കുക. ഞാൻ വിടുവോ? അതായത് അനുവദിക്കത്തില്ല. ഞാൻ താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ മേലെ. അതിൽ ഒരു മറുചോദ്യവും ഇല്ല. തനിക്ക് ഒരു മറുചോദ്യവും ഇല്ല. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. മൈത്രേൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 13 വർഷത്തിലേക്ക് ഉണ്ടായില്ല. 13 വർഷമല്ല, 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇയാളെ തിരുത്തുവോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്. ഒരു തർക്കക്കാരൻ. തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം എന്റെ ഇരകൾ. വെറുതെ അവിടെ മിണ്ടാണ്ടിരിക്കുക. പറയുന്ന കേട്ടിട്ടാണ് അറിവ് വരുന്നത് അല്ലെ? എന്ത് ചെയ്യാൻ? യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. ക്ഷോഭം ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ പറഞ്ഞു പറയുമ്പോ അതിൽ മറുചോദ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അപ്പോ അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും അതിലേക്ക് ഉത്തരം പറയാൻ ഇപ്പോഴും മടിക്കുന്ന ഞാൻ മടിക്കുന്നതല്ല. എന്താ അവന് വേറെ മനസ്സിലാവാത്തത്? അപ്പൊ തന്റെ വിചാരം താൻ ഭയങ്കരമായിട്ട് ഒരു നൂല് വെച്ചിട്ട് എന്താണ് ഇത് വീതി ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുന്ന മീൻ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ. പക്ഷെ പുള്ളിയെ കുറിച്ച് ഭയങ്കര അഭിപ്രായം. പുള്ളിക്ക് തന്നെ അംബാനിയെ പറിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയെങ്കിൽ ഒരു 15 വർഷത്തോളം ഒരാളോട് മാത്രം ഇഷ്ടവും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ വേറെ ആളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നത് പണമില്ലാതിരുന്നുകൊണ്ടോ അതോ ജയശ്രീയുമായിട്ടുള്ള ഇഷ്ടം മാത്രം ആയിരുന്നതുകൊണ്ടോ? രണ്ടുമല്ല ചോദ്യം. രണ്ടുമല്ല. കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത? ന്യായം ചോദിക്കണ്ട, നിയമമാണ്. താനൊരു അടിമയാ. അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. തന്റെ അടിമത്തത്തിന് ന്യായം എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നീ നോക്കുന്നത്. എന്താ എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. പറഞ്ഞ രണ്ട് തട്ടിലാണെന്നുണ്ടെങ്കിലും വരുന്നൊക്കെ 2 കുപ്പിയിലെ വെള്ളമാണ്. വെള്ളം തന്നെയാണ്. അങ്ങനെ തന്നെയാ. കെട്ടിയാലും കടിക്കും, കെട്ടിയില്ലെങ്കിലും കടിക്കും. ഈ മദ്യനയത്തിൽ അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് സംസാരിപ്പിക്കാണ്ട്, അല്ലാതെ വെറുതെ എന്നെ കൊണ്ട് അലപ്പിക്കാതെ. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. ഇത് ഇയാളുടെ സ്ഥിരം പരിപാടിയല്ലേ? ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും അലപ്പിക്കാതെ നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ ഏകദേശം 13,000 കോടി സംഭവിച്ചത് ഇന്ന് 2024 വരുമ്പോൾ 19,000 കോടിയോളാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6,000 കോടിയുടെ വർധന വരുന്നത് എങ്ങനെയാ? അല്ല, അതിന് ഞാൻ ഗുളിക തരാം. ഈ നിരോധിതമായിട്ട് സംഭവിക്കുന്ന നിർത്തി. പ്രശ്നം അവസാനിച്ചില്ലേ? കൊല്ലക്കടയിലാണ് സൂചി വിൽപ്പന. അത് കഴിഞ്ഞു. എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കണ പൊട്ടാ. പൊട്ടക്കാണോ? പോട്ടെ.